സ്വദേശി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന നാടൻ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടിയെക്കുറിച്ച് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഭാരതീയർക്ക് ലോകത്തിന് മുഴുവൻ നൽകിയ ഏറ്റവും വലിയ രണ്ട് സംഭാവനകളായിരുന്നു, രണ്ട് ആയുധങ്ങളായിരുന്നു സത്യാഗ്രഹവും അതുപോലെ തന്നെ സ്വദേശിയും. അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ പോരാടുന്നതിന് അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ ആയുധം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് തികച്ചും നൂതനമായ, ലോകത്തിൽ മറ്റാരും പരീക്ഷിക്കാത്ത ഒരു ആയുധം, അക്രമരാഹിത്യത്തിൽ അധിഷ്ഠിതമായ ആയുധം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി, നമ്മളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുന്നതിനായി, സ്വയം പര്യാപ്തതയ്ക്കായിട്ട് നമ്മുടെ മുമ്പിലേക്ക് മഹാത്മാഗാന്ധി അവതരിപ്പിച്ച തികച്ചും നൂതനമായ പദ്ധതിയായിരുന്നു സ്വദേശി. ഈ സ്വദേശി പദ്ധതിയിലൂടെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക്, അവരുടെ വീടുകളിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഓരോ ആൾക്കാരും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി ആൾക്കാരെ പരിശീലിപ്പിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ ആൾക്കാർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഘടന. കേരളത്തിലെ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാതൃസ്ഥാപനമാണ് ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആരംഭിച്ചിട്ട് ഇപ്പോൾ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 26ാം വർഷത്തിലേക്ക് പ്രവർത്തനങ്ങൾ കടന്നിരിക്കുന്നു. ആരംഭഘട്ടത്തിൽ സോപ്പ് ഉൽപ്പന്നങ്ങളുടെ പരിശീലനത്തിൽ കൂടി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് ചക്ക ഉൽപ്പന്നങ്ങളിലേക്ക് കടന്നു. അതിനുശേഷം അത് പടിപടിയായിട്ട് ഇന്നിപ്പോൾ 20-ൽ പരം പരിശീലന പരിപാടികൾ നടത്തുന്ന ഒരു ബൃഹത്തായ പരിപാടിയായിട്ട് അത് മാറി. കേരളത്തിലെ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാ തലങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സ്വദേശി എന്ന പേരിൽ സ്വദേശി പരിശീലന പരിപാടി, സാധനങ്ങളുടെ പേര് തന്നെ സ്വദേശി എന്നാണ് നമ്മൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. GCRD സ്വദേശി എന്ന പേരിൽ എല്ലാ സാധനങ്ങളും ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. ഈ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകത, മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേകതയുണ്ട്. പരിശീലന പരിപാടികൾ, ഏറ്റവും പ്രൊഫഷണലായ പരിശീലന പരിപാടികൾ നമ്മൾ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശീലനം കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ഐറ്റങ്ങളും നമ്മൾ ഇതോടൊപ്പം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽ കിറ്റ്, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്ന ടെസ്റ്റിംഗ് പരിപാടി, അതിനപ്പുറത്ത് ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടന്ന് അതിന് പാക്കിംഗ് മെറ്റീരിയൽ, ലേബലിംഗ് സപ്പോർട്ട്, പ്രൈസിങ് സപ്പോർട്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട്. അപ്പോൾ അത്തരം പരിപാടികൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സ്വദേശിയുടെ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ, സ്വദേശി ഫെസ്റ്റിവൽ എന്നുള്ള പേരിൽ ഇന്നിപ്പോൾ YMCAയുടെ ഹാളിൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ പേരിൽ, സ്വദേശി ഫെസ്റ്റിവൽ എന്ന പരിപാടിയുടെ കീഴിൽ 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്നു. 1, ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി. 2, ആളുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം
അവരുടെ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വിപുലമായ പ്രദർശന പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വദേശി എന്നുള്ള ആശയം ആ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള അതിവിപുലമായ സെമിനാർ പരിപാടികളോട് നമ്മളോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ സ്വദേശി പരിശീലന പരിപാടിക്ക് ഒരു 3-in-1 പരിപാടി എന്നുള്ള നിലയിൽ അതിനെ മൊത്തത്തിൽ സമന്വയിപ്പിക്കുന്നതിന് നമ്മൾ സാധിച്ചിരിക്കുന്നു. ഈ പരിപാടിയുടെ ഒരു എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, ഒരു സൂപ്പർ മാർക്കറ്റിൽ കാണുന്നത് പോലെയുള്ള ഒരുമാതിരിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയും കാണും, നാടൻ ഉൽപ്പന്നങ്ങളുടെ. എന്നാൽ ഇവിടെ കാണുന്ന നാടൻ ഉൽപ്പന്നങ്ങളൊന്നും സൂപ്പർ മാർക്കറ്റിൽ കാണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഔഷധ ഗുണങ്ങളെ സമ്പന്നമായ എല്ലാ സാധനങ്ങളും നമ്മൾ അതൊന്ന് പ്രോസസ്സ് ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മുടെ ആളുകളുടെ കൈകളിലേക്ക് നമ്മുടെ വീട്ടിലെ ഉൽപ്പന്നങ്ങളായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, അതെല്ലാം നാടൻ ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ അകത്ത് മായമില്ല, അതിൻ്റെ അകത്ത് കലർപ്പില്ല. അതോടൊപ്പം തന്നെ ആ സാധനങ്ങളെല്ലാം 100% നാച്ചുറലായിട്ട് ആൾക്കാരുടെ കൈകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു പ്രശ്നം, ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഏകദേശം പകുതിയോളം ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടി വീർപ്പ് മുട്ടിയിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കുന്നതിന് സാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതിയിലുള്ളൊരു മാറ്റം, ആ മാറ്റം നമ്മൾ മില്ലറ്റിൽ കൂടി ചെറുധാന്യങ്ങളിൽ കൂടി കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കുന്നു. ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പ്രവർത്തനങ്ങൾ അതൊന്ന് സമ്പൂർണ്ണമാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന് ആരംഭിച്ച് അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ കൃഷിപരമായ കാര്യങ്ങൾ മുഴുവൻ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കീടനാശിനികളും രാസവളവും ഉപയോഗിക്കാത്ത കൃഷി രീതി, ചെലവില്ല കൃഷിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു ചികിത്സാ രീതിയായിട്ട്, ഒരു പരിഹാരമായിട്ട് നമ്മൾ ചെറുധാന്യങ്ങളുടെ പരിശീലന പരിപാടി നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ 3 തലത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന പരിപാടി എന്ന നിലയിലാണ് നമ്മൾ ചെറുധാന്യങ്ങളുടെയും സ്വദേശിയുടെയും കൃഷിയുടെയും എല്ലാ പരിപാടികളും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയായിട്ട് നടക്കുന്നത്. ഇത് വർഷത്തിൽ 2 പ്രാവശ്യം, സാധാരണഗതി എല്ലാ ഏപ്രിൽ മാസവും അതുപോലെ തന്നെ നവംബർ മാസവും നമ്മൾ തിരുവനന്തപുരത്ത് YMCA ഹാളിൽ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടി ജൂലൈ 5-ാം തീയതി ആരംഭിച്ച് ആഗസ്റ്റ് 4-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ്. ഈ 32 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 13 പരിശീലന പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 32 ദിവസത്തെ മെഗാ പ്രദർശന പരിപാടി, നാടൻ ഉൽപ്പന്നങ്ങളുടെ മെഗാ പ്രദർശന പരിപാടി, അതുപോലെ തന്നെ സെമിനാർ പരിപാടികൾ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ആളുകളിൽ ഒരു അവബോധമുണ്ടാക്കുന്നതിന്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അവബോധം, ആ ഒരു കൺവിക്ഷൻ ആൾക്കാരിലൊന്ന് ഉണ്ടാക്കിക്കൊടുത്ത് അവരെക്കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിച്ച് അവരെക്കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അവർ കൂടുതലായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളിലെല്ലാം അവരുടെ അയൽവക്കത്തുള്ള വീടുകളിലേക്ക് വിതരണത്തിന് എത്തിക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയായിട്ട്, അങ്ങനെ സ്വന്തം കാലം നിൽക്കാൻ സാധിക്കുന്ന ആൾക്കാരായിട്ട് മഹാത്മാഗാന്ധിയുടെ സ്വദേശി സങ്കല്പത്തിലേക്ക് സ്വാശ്രയ ജീവിതത്തിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള, സ്വന്തം കാലം നിൽക്കുന്നതിനുള്ള സ്വാശ്രയത്വത്തിനുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറുമെന്നുള്ള പ്രത്യാശയിൽ അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റും മറ്റ് ഗാന്ധിയൻ സംഘടനകളെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ, പരിശീലന പരിപാടികളിൽ സാധിക്കുന്നവരെല്ലാം വന്ന പങ്കാളികളാകുക, അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങളെല്ലാം നേരിട്ട് വന്ന് കാണുക, ഉൽപ്പന്നങ്ങളുടെ വ്യത്യാസം ഒന്ന് നേരിട്ട് മനസ്സിലാക്കുക, സാധിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കുക, ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ആരംഭിക്കുക. അങ്ങനെ ഒരു വലിയ മാറ്റത്തെ നമ്മൾ തുടക്കം കുറിക്കുക. ആഗോളവൽക്കരണ അതിജീവനം, അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അപ്പോൾ ആഗോളവൽക്കരണ അതിജീവനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട്, ഒരു കർമ്മ പദ്ധതിയായിട്ട് സ്വദേശി എന്നുള്ള മുദ്രാവാക്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം, അതാണ് ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റും ഗാന്ധിയൻ സംഘടനകളും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം
പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ പ്രവർത്തന പരിപാടി എല്ലാവരുടെയും സഹകരണം സാദരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.